നിങ്ങൾ ആരും അധികം ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു സാധനമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെൻ്റെ പുതിയ ഫോണിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് വീഡിയോ ആണ്. ഇതാണ് സാബൂൻ ദാന വട ഉണ്ടാക്കാനുള്ള മാവ്. ഇതിൽ നമ്മുടെ സാബൂനരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റിയെടുത്തതും, കടല വറുത്ത് ക്രഷ് ചെയ്തതും, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും, പിന്നെ ജീരകം, പച്ചമുളക്, ഇഞ്ചി ചെറിയ പീസാക്കിയതാണത്. ഇത് ഉപയോഗിച്ച് നമുക്ക് പരിപ്പുവട ഉണ്ടാക്കുന്ന പോലെ, എന്നാൽ പരിപ്പുവടനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. ആർക്കും മടുക്കില്ല. ഞാനത് തേർഡ് ടൈമാണ് പ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ഇന്നലത്തെ ആവശ്യത്തിനെടുത്ത് ബാക്കി ഡോ എടുത്ത് വെച്ചതാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം സാബൂൻ ദാന വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൻ്റെ നടുവിൽ ഇതിൽ അരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. മാവ് ഇങ്ങനെ നമ്മൾ കൈ കൊട്ടി പിടിക്കാതെ ആദ്യം ഒരു ബോളാക്കണം. ബോളാക്കി വെച്ചിട്ട് കൈയിട്ട് ഇവിടെ വെച്ചിട്ട് കണ്ടോ, അപ്പോൾ കറക്റ്റ് നമുക്കൊരു ബോളായിട്ട് കിട്ടും. ഒരു ചെറിയ നെല്ലിക്കയുടെ അത്ര എടുക്കുക. അതൊക്കെ ഇവിടെ ചെറുതായി ഒന്ന് വെള്ളം നടക്കുക. ഇത് ഞാൻ ബോംബെയിൽ പോയപ്പോഴാണ് കഴിച്ചത്, ഫസ്റ്റ് അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന്. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മളിതുവരെ കഴിക്കാത്ത പരിപ്പുവടയുടെ ഒക്കെ പോലെയാണ് കാണാൻ, പക്ഷേ പരിപ്പുവടയുടെ ടേസ്റ്റ് ഒന്നുമല്ല, നല്ല ടേസ്റ്റാണ്. സാബുദാന എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കപ്പയാണല്ലോ, കപ്പയുടെ ബോൾസ് അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും, കടല ആഡ് ചെയ്യുന്നതുകൊണ്ട് കടലയുടെ നല്ലൊരു ടേസ്റ്റും. സാബുദാന വെള്ളത്തിലിടുമ്പോൾ ഒരുപാട് സമയം വെള്ളത്തിലിട്ട് പോകരുത് എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഫുള്ളൊന്ന് ബോളാക്കട്ടെ കേട്ടോ. ഇത്രയും കുറേ സാബൂൻ ദാന വട എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇന്നലെ ഇത്ര തന്നെയായിരുന്നു. 14 എണ്ണമാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത്. സോ നമുക്ക് ഓരോന്നായിട്ട് വറക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നല്ല ചൂട് വേണം എണ്ണ. 1 by 1 ഏഴെണ്ണം ഇട്ടു. നെക്സ്റ്റ് ഏഴെണ്ണം അടുത്തത് വേണം. ഇതിൻ്റെ കൃത്യമായ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. സാബൂൻ ദാന വട റെസിപ്പി അവൈലബിൾ ആണ് ഓൺലൈനിൽ, ഹിന്ദിയിലാണെന്ന് മാത്രം. ഭയങ്കര ടേസ്റ്റാണ്. ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതി. ഉരുളക്കിഴങ്ങ് ഒരു 3 4 പുഴുങ്ങി പൊടിച്ചത്, കടലയില്ലേ നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് വറുത്ത് അതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കുക വേണ്ടത്. അതേപോലെ അതും കുറച്ച് വേണം, ഒരു കപ്പ്. പിന്നെ സാബൂൻ ദാന ഞാനിപ്പോൾ ഇത് 2 സമയത്തായതുകൊണ്ട് തന്നെ ഞാനൊരു 2.5 കപ്പൊക്കെ വെള്ളത്തിലിട്ടുണ്ടാവും. ഒരു നേരം ഉണ്ടാക്കാനാണെങ്കിൽ ശരിക്കും 1 കപ്പൊക്കെ മതി. ഇവിടെ ഞങ്ങൾ കുറച്ച് പേര് കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ മല്ലിച്ചപ്പ് ഇടാം, പക്ഷെ ഞാനത് ഇട്ടിട്ടില്ല. ജീരകം, മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, ഇത്രയാണ് നമ്മൾ ഇതിലിടുന്നത്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിങ്ങനെ പൊന്തി വരും ശരിക്കും, കുറച്ച് ബോൾ പോലെ. അപ്പോൾ നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടതിൽ മുളകുണ്ടല്ലോ, മുളകിൻ്റെ കളർ മാറുമ്പോഴാണ് ഇത് എടുക്കേണ്ടത്. അല്ലാതെ ഇതിനങ്ങനെ വലിയ പക്കവട പോലെ കളർ വ്യത്യാസം വരില്ല. അപ്പോൾ മുളകിൻ്റെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ചെറുതായിരുന്നു ചൂടായതിന്. ശരിക്കും തൈര് ഉപയോഗിച്ചിട്ടൊരു സോസ് കൂടി ഉണ്ടാക്കാം. ഹിന്ദിക്കാരങ്ങനെ ചെയ്യാറുണ്ട്, ചട്നി. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കട്ടൻ ചായയുടെ കൂടെ കുടിക്കാൻ. നിങ്ങളിതുവരെ ഉള്ളിവടയും പരിപ്പുവടയൊക്കെ ഉണ്ടാക്കി പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ സാബൂൻ ദാന വട ഹെയർ ഡീർ അധികം ഉണ്ടാക്കാത്ത സാധനം ട്രൈ ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം ആയി കണ്ടോ. ഞാനിതിൽ മുളകിൻ്റെ കളർ മാറാമെന്ന് പറഞ്ഞില്ല, മുളകാണ് കളർ മാറിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. നല്ല ചൂടോടെ ഉണ്ടാക്കുകയാണെങ്കിൽ അധികം എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ സാബൂൻ ദാന വട കഴിക്കുകയാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. പരിപ്പിൻ്റെ ടേസ്റ്റും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ പരിപ്പായിട്ടൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടും. വ്യത്യസ്തമായ നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കണം.